നമസ്കാരം. നാളെയും മറ്റന്നാളുമായി SSLC +2 പൊതുപരീക്ഷകൾ ആരംഭിക്കുകയാണ്. ഈ അവസാന നിമിഷത്തിൽ പ്രിയപ്പെട്ട മക്കളുമായി ഞാനൊരു കാര്യം സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ദേബാശിഷ് ചാറ്റർജി രചിച്ച ഇൻവിൻസിബിൾ അർജുന, അജയ്യനായ അർജുനൻ എന്ന പുസ്തകത്തിലെ ഒരു സംഭവമാണ് മക്കളുമായി ഞാൻ സംവദിക്കാൻ ആഗ്രഹിക്കുന്നത്. ദ്രോണാചാര്യർ ഒരു ദിവസം നദിയിൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മുതലയുടെ വായിൽ അദ്ദേഹത്തിന്റെ ഇടത് കൈ അകപ്പെട്ടു. ജീവൻ രക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം ഒരുപാട് പരിശ്രമങ്ങൾ നടത്തി, പക്ഷെ വിജയിക്കാൻ കഴിയുന്നില്ല. തന്റെ മകൻ അശ്വത്ഥാത്മാവ് ഉൾപ്പെടെയുള്ള സകല ശിഷ്യരും ഈ സംഭവം നോക്കിക്കൊണ്ട് നിൽക്കുക. അവർക്ക് കൃത്യമായ ഒരു തീരുമാനമെടുക്കുവാനോ അതനുസരിച്ച് പ്രവർത്തിക്കുവാനോ ആ സമയത്ത് അവർ പഠിച്ച അറിവുകളൊന്നും പ്രായോഗികവൽക്കരിക്കാൻ അവർക്ക് കഴിയുന്നില്ല. പെട്ടെന്ന് അർജുനൻ തന്റെ അവനാഴിയിലെ അമ്പുകൾ എടുത്ത് ഈ മുതലയെ വകവരുത്തുകയാണ്. അങ്ങനെ ഗുരുവിനെ രക്ഷിച്ചു. കരയിലെത്തിയ ദ്രോണാചാര്യർ സകല ശിഷ്യരെയും വിളിച്ചുകൂട്ടി പറഞ്ഞു, അർജുനനെ പോലെ കഴിവുള്ളവരാണെന്ന് ഭാവിക്കാൻ നിങ്ങൾ ആരും പരിശ്രമിക്കണ്ട. നിങ്ങൾ പഠിച്ച അറിവ് പരീക്ഷിക്കുവാൻ വേണ്ടി ഞാൻ നടത്തിയ ഒരു നാടകമായിരുന്നു ഇത് എന്ന് ദ്രോണാചാര്യർ സകല ശിഷ്യരോടും പറഞ്ഞു. ധനുർവിദ്യയാണ് നിങ്ങളുടെ വിജ്ഞാന ശാഖ. അമ്പും വില്ലും നിങ്ങളുടെ കൈകളുടെ അനുബന്ധമാണ്. സ്വന്തം കൈകാലുകൾ ഉപയോഗിക്കുന്നത് പോലെ ശ്രദ്ധയോടും മനസാന്നിധ്യത്തോടും കൂടി ആയുധങ്ങൾ ഉപയോഗിക്കാൻ നിങ്ങൾ പഠിക്കണം. എങ്കിൽ മാത്രമേ ഒരാവശ്യം വരുമ്പോൾ അത് നിങ്ങൾക്ക് കൃത്യമായി ഉപയോഗിക്കാൻ കഴിയൂ. പരീക്ഷയ്ക്ക് 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ ഞാനിത് സംസാരിക്കുന്നത് ഓരോ പരീക്ഷയിടയ്ക്കും കൃത്യമായ ഇടവേളകൾ വിദ്യാഭ്യാസ വകുപ്പ് നിശ്ചയിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഉയർന്ന റാങ്ക് നേടുവാൻ അല്ലെങ്കിൽ ഉയർന്ന ഗ്രേഡുകൾ നേടുവാൻ ഇനിയും ധാരാളം സമയം അവശേഷിക്കും. പഠിച്ച അറിവ് എത്രത്തോളം ആ കൃത്യമായ പരീക്ഷാ സമയത്ത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും നിങ്ങളുടെ വിജയപരാജയങ്ങൾ. ധീരന്മാർ 2 പ്രാവശ്യം വിജയിക്കുന്നു. ആദ്യത്തേത് അവരുടെ മനസ്സിലും, എന്നിട്ട് മാത്രമാണ് യഥാർത്ഥ സന്ദർഭത്തിലെ വിജയം. പരീക്ഷാ ദിവസവും സമയവും ക്വസ്റ്റ്യൻ പേപ്പറും പാഠപുസ്തകത്തിലെ ഉള്ളടക്കവും പരീക്ഷാ റിസൾട്ട് പ്രഖ്യാപിക്കുന്ന ദിവസവും ഒക്കെ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലൂടെ കയറി ഇറങ്ങണം. നിങ്ങൾക്ക് ആത്മവിശ്വാസത്തോടുകൂടി പരീക്ഷയെ അഭിമുഖീകരിക്കാൻ കഴിയും എന്നുള്ള കൃത്യമായ ഒരു പ്രത്യാശ ഇപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കണം. ഇത്രയും കാലം നിങ്ങൾ പഠിച്ച അറിവിനെ പരീക്ഷിക്കുവാനുള്ള ഒരു അവസരമായി മാത്രം പരീക്ഷയെ നിങ്ങൾ കാണുക. ഒരിക്കലും ഒരു ഭീഷണിയായിട്ടല്ല കാണേണ്ടത്. അർജുനന്റെ സ്വച്ഛമായ മനസ്സ് മുതലയെ ഒരു ഭീഷണിയായല്ല കണ്ടത്, മറിച്ച് താൻ പഠിച്ച അറിവ് വെച്ച് ഗുരുവിനെ രക്ഷിക്കാനുള്ള ഒരു അവസരമായാണ് ആ സന്ദർഭത്തെ അർജുനൻ നോക്കിക്കണ്ടത്. പ്രിയപ്പെട്ട മക്കളെ, പഠിച്ച അറിവ് കൃത്യമായി പ്രയോഗിക്കുവാൻ ഈ പരീക്ഷാ സമയം പ്രിയപ്പെട്ട മക്കൾക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ആശംസകളും നേരുകയാണ്.